ഹലോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഷോർട്സൊക്കെ ഇട്ടിട്ട് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഓണം ഫ്ലവർ ഷോനെ കുറിച്ച്. അപ്പോൾ ഇതിൽ നമ്മൾ മൊത്തത്തിലുള്ള ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് ഫുള്ളും കാണിക്കുന്നുണ്ട്. ഷോർട്സിൽ അത്യാവശ്യം നന്നായി തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കാത്തതുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഷോർട്സിന് പകരം ലോങ് വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫ്ലവേഴ്സും മറ്റും എല്ലാം. അപ്പോൾ ഫുൾ വീഡിയോ ഉറപ്പായിട്ടും കാണണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ അതിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയതില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓൾറെഡി ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും മനസ്സിലേക്ക് ഇത് വന്നിട്ട് ഓണം സ്പെഷ്യലായിട്ട് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നടക്കുന്ന ഫ്ലവർ ഷോ ആണ്. എത്ര ദിവസം ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഓണം തീരുന്നത് വരെ കാണും. അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവരാണെങ്കിലും ഉറപ്പായിട്ടും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം. എന്താ പറയുക, ജീവിതത്തിൽ തരുന്ന നല്ല നല്ല പൂക്കൾ കൊണ്ടുണ്ടാവുന്ന ഒരു ഭംഗിയും അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ നല്ല കാര്യമല്ലേ. അതൊക്കെ ആയിരിക്കും നല്ല ഗുഡ് മെമ്മറീസ് ആയിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഞാൻ മാക്സിമം മറ്റ് വീഡിയോസിൽ ഷോർട്ടിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ കണ്ടില്ലേ, ശരിക്കും ജമന്തി പാടമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കുക. ഒരുപാട് പേര് ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല രാവിലെ ഒരു 9 o'clock ആ ഒരു ടൈമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആ ഒരു ക്ലൈമറ്റിൻ്റെ ചേഞ്ച് അനുസരിച്ച് നല്ല ഭംഗിയൊക്കെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ജമന്തിയുടെ ഇടയിൽ നിന്നിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യകാന്തി പാടം. അത് ഒരു നല്ല ഏക്കർ കണക്കിനാണ് അവർ ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. അത്ര മനോഹരമാണ്. ഒത്തിരി വെയിലടിക്കുന്ന സമയമായതുകൊണ്ട് അത്രയും നമുക്ക് നല്ല ഭംഗിയോടെ കിട്ടില്ല. ഓരോ ടൈം അനുസരിച്ച് ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് ആ ഒരു ഭംഗിക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ കാണുന്നതെല്ലാം സൂര്യകാന്തി പാടമാണ്. അതിമനോഹരമായിട്ടാണ്. ഞാൻ ഇതിന് മുമ്പ് തമിഴ്നാടൊന്നും പോയിട്ടില്ല ഇത് കാണാനായിട്ടൊന്നും. അപ്പോൾ ഇത് വളരെ അടുത്ത് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? പിന്നെ ഒരു ചെറിയ വയലെന്ന പോലെ നമുക്ക് ഒരു ഞൊസ്റ്റൊക്കെ തോന്നാൻ തമിഴ്നാട് വൈബൊക്കെ കിട്ടുന്ന രീതിയിൽ, തമിഴ്നാടല്ല എപ്പോഴും ഇങ്ങനെ വയലും കൃഷിയൊക്കെ ഉള്ള പോലെ നല്ല ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു സൺഫ്ലവർ ഇതിൻ്റെ സൂര്യകാന്തി പാടത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇവർ ചോളവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചോളം എന്ന് പറയുമ്പോൾ നല്ല ചുമന്ന കളറിലൊക്കെയാണ് അതിൻ്റെ പുറത്തുള്ള ആ ഒരു വിരിഞ്ഞ് നിൽക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ചുമന്ന ചോളം ഉണ്ടെന്ന് പറയുന്നു, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇതെല്ലാം ചോളമാണ് കേട്ടോ, അപ്പുറത്തെ സൈഡ് നടത്തുന്നതാണ്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഐസ്ക്രീം, ജ്യൂസ്, അങ്ങനെ കുറച്ച് ചെറിയ ഐറ്റംസൊക്കെ വെക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും വിൽക്കാനൊന്നും വെക്കുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നു വേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാതിരിക്കാനായിരിക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ അതിൻ്റെ ആ ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ അകത്തു നിന്ന് എടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ, ഫോട്ടോസ്. ഇത് ഞാൻ ലാസ്റ്റ് ഷോർട്സിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ക്ലൈമറ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.